ഇവിടെ ആരും ഇല്ലേ? കണ്ടില്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ല. വാതിലും തുറന്നിട്ട് എവിടെ പോയോ ആവും. അത് കലക്കുന്നത് പാടരുത് സ്റ്റൈലേ. ഇതാരാ എത്ര വന്നതിലും അരികളല്ലേ ഗുളി കഴിക്കാത്തൊരു വെള്ളം എടുക്കാൻ വന്നതാ. പെട്ടെന്നൊരു തലകറക്കാം. കല്യാണി താങ്ങിയില്ലായിരുന്നെങ്കിൽ. ഇപ്പൊ ആശ്വാസം ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഈ വലവ് മനുഷ്യനെ വലയ്ക്കും. എന്താ ഒന്നും മിണ്ടാണ്ട് നിക്കണേ? തല ചുറ്റി വീഴാൻ പോണ ഒരാളിനെ ഒരു പെണ്ണ് താങ്ങി പിടിച്ചത് നമ്മൾ തെറ്റായിട്ട് കാണാൻ പാടില്ല. എന്തും ചിരിച്ചോണ്ട് നേരിടണമെന്നല്ലേ തമ്പി പറഞ്ഞിട്ടുള്ളത്? ഇതും ചിരിച്ചോണ്ട് നേരിടുന്ന തന്നെ നല്ലത്. ഇങ്ങനൊരു വൃത്തിയേട് കണ്ടിട്ട് എങ്ങനെയാ സഹിക്കണേ? ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുന്ന ആളാ. ആശകൾ തീരാതെ ചത്തുപോയാ ആത്മാവ് പിടിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ആ, അങ്ങേരുടെ ആശകൾ തീർക്കാൻ നമ്മുടെ മോന്റെ വീട്ടിലെ അരി വാരി കൊടുത്തിട്ട് വേണോ? ഓ, താൻ ആ വഴിക്കാണല്ലേ? അത് അടുക്കളക്കാരിയാ. അരി വാങ്ങിക്കൊണ്ടുവന്ന് ഏൽപ്പിക്കണ ജോലിയേ എനിക്കുള്ളൂ. സത്യം. ഹലോ, അച്ഛനാ. ഞങ്ങൾ ഇപ്പൊ വന്ന് കേറിയുള്ളൂ. നിപ്പോണ്ട കൊടുക്ക. ഗോപീഷ തന്നോടെന്തോ പറയണമെന്ന്. എന്താന്ന് ചോദിക്കൂ. തന്നോട് പറയാനുള്ളതാണ്. അങ്ങോട്ട് വാങ്ങിച്ചു. ഹലോ ഹലോ ഹലോ. എപ്പോഴാ വരിക? ശരി, വെക്കട്ടെ. എന്താ പറഞ്ഞേ? അവന്റെ കൂടെ ജോലി ചെയ്യണ 2-3 പേര് വരുന്നുണ്ടത്രേ വൈകിട്ട്. അതിലൊരാൾക്ക് രാധയൊന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അവന് അതിനൊക്കെ നല്ല ചിന്തയുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതെ, ഇങ്ങനെ മദ്യസൽക്കാരം നടത്തിയിട്ടാണോ ഒരു മംഗളകാര്യം തീരുമാനിക്കണേ? ടൗണിലുള്ള ആൾക്കാരല്ലേ? എന്തോ എനിക്കിത് അത്ര പന്തിയായിട്ട് തോന്നണില്ല. അച്ഛനൊന്നും അത്ര ഇഷ്ടമായി കാണില്ല. പഴയ ആൾക്കാരല്ലേ. അച്ഛനെ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാം. അച്ഛനൊന്നും വരാൻ പറ. അല്ല, അച്ഛൻ സ്മാള് കഴിക്കൂ. വല്ലപ്പോഴും. എന്നാ പിന്നെ പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അച്ഛൻ വരുന്നുണ്ട്. അച്ഛനായിരുന്നു പരിചയപ്പെടില്ലല്ലോ. ഇല്ല. ഇത് മിസ്റ്റർ അംബുജാക്ഷ മേനോൻ, ഞങ്ങളുടെ MD. നമസ്കാരം. ഇത് ചീഫ് അക്കൗണ്ടന്റ് മിസ്റ്റർ വിനയ് ചന്ദ്രൻ. ഇത് GRC നായർ. ഹലോ. ഇല്ല, ഞാൻ കഴിക്കാറില്ല. വല്ലപ്പോഴേ ഉള്ളൂന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു. ദിസ് ഈസ് ഓൺലി ഫോർ എ കമ്പനി സ്റ്റേ. ഹാവ് ഇറ്റ്. വാങ്ങിച്ചാ സന്തോഷം കൊണ്ട് സാറ് തരുന്നതല്ലേ. കേട്ടോ അച്ഛാ, ഞങ്ങൾക്ക് ഈ പഴഞ്ച ഫോർമാലിറ്റീസിനോടൊക്കെ പരമ പുച്ഛമാ. പെണ്ണിന്റെ വീട്ടുകാര് പലഹാരം ഉണ്ടാക്കുക, പെണ്ണ് ചായയും കൊണ്ടുവരിക, ചെറുക്കൻ കണ്ണു നട്ടിരിക്കുക. എന്തൊരു ബോറാ. ക്ഷമിക്കണം, ഇദ്ദേഹമായിരിക്കും വരൻ. നോ 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 നോ, അംബുജാക്ഷൻ സാറിന് വേണ്ടിയാണ് ഈ പ്രപ്പോസൽ. എന്താ മിസ്റ്റർ ഗോപികൃഷ്ണൻ ഇൻസൾട്ട് ചെയ്ത പോലെ? അങ്ങനെയൊന്നുമില്ല. മദ്യം കഴിച്ച അച്ഛ അങ്ങനെ. നിങ്ങൾ ഇരിക്കേ, ഞാനിപ്പോ വരാം. ഭക്ഷണം എടുത്തോളൂ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? അയാൾക്ക് എന്ത് പ്രായമുണ്ടെന്നാണ് എന്റെ വിചാരം. പ്രായം ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷെ ലക്ഷപ്രഭു അറിയൂ, ഒരു പൈസ സ്ത്രീധനം വേണ്ടെന്ന് അയാൾ പറയണേ. ഇന്നത്തെ കാലത്ത് 2ാം കെട്ടോ അതോ 3ാം കെട്ടോ? അമ്മ ഇത് കേട്ടോ, ഇവളൊരു രാജകുമാരെ പോലെ ആൾ നോക്കും. അതുപോലെ ഇവൾക്കൊരു ഭർത്താവിനെയാ വേണ്ടേ, അച്ഛനെ അല്ല. നീ കയറി പോടിയത്. ഒരു നല്ല ബന്ധം കിട്ടുന്ന ഇഷ്ടമല്ല വേണ്ട. നിർന്നില്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവന്മാർക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരണം?
എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. പൊന്നുപോലെ നോക്കാവുന്ന ഒരുത്തൻ, 500 റുപ്യ വീതം ബാങ്കിലിട്ടിട്ട് വീടിന്റെ പടി ചവിട്ടുന്നു വേറൊരുത്തൻ, എപ്പോഴാ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ചോദിക്കേണ്ട താമസമുള്ളൂ എന്ന് വേറൊരുത്തൻ. ഒക്കെ വെറും നാടകമായിരുന്നു. പേടിയാവണു, ഇവന്മാരൊക്കെ കൂടി നമ്മുടെ കുഞ്ഞിനെ കുരുതി കൊടുക്കൂ. കൃത്യമല്ലേ? അതെ. കണക്ക് കൃത്യമായിരിക്കണം. പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യമാകുമ്പോ കൃത്യമായിരിക്കണം. ഇത് തമ്പി പറഞ്ഞാൽ പലർക്കും നോവും. തമ്പി സത്യ പറയും. ദീർഘവീക്ഷണം കൊണ്ടല്ല, അനുഭവം കൊണ്ടാ. മനസ്സിലായോ? എന്നാ പോ. ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാണ്. എന്താ എത്ര നേരം വെച്ചാ ഊണ് വിളമ്പി കാത്തിരിക്കുന്നേ? കാത്തിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആഹാ, എന്തെന്ന് പറഞ്ഞാ പറ്റൂ? ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്തോളം കാലം എനിക്കെല്ലാം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണാനുണ്ടാവും പറഞ്ഞല്ലേ പോയത്. എന്നിട്ട് ഇപ്പൊ സമയം എത്രയായി? കുടിക്കരുതെന്ന് പറഞ്ഞാലോ കേൾക്കത്തില്ല. എന്നാ ആവശ്യമുള്ളത് വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കുടിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. ഇപ്പൊ എന്താ വേണ്ടേ? ഇനി മുതൽ 10 മണി കഴിഞ്ഞ് വന്നാൽ എനിക്ക് വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും. വെയിറ്റിംഗ് ചാർജ്? ആ, ഈ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞാലേ നിസ്സാര കാര്യമൊന്നുമല്ല. അയ്യോ പോണു. ഒരു 2 മണിക്കൂർ നേരം ഈ മഞ്ഞത്തൊന്ന് കുത്തിയിരുന്നു നോക്കി അപ്പൊ അറിയാം വിവരം. ഊർവശി ഊർവശി ടേക്ക് ഇറ്റ് ഈസി ഊർവശി. ഹായ്, ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദാറ്റ്സ് ഗുഡ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ഹണി, യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട്. താങ്ക് യു. ഹായ്, where is the birthday baby? അകത്തെ ഡ്രസ് മാറ്റാ. അകത്തുണ്ടോ? ഡ്രസ് മാറ്റിയാണോ? വെരി ഗുഡ് വെരി ഗുഡ്. ബോബി എവിടെ? ഓ, ബോബിക്ക് വരണുണ്ടായിരുന്നു. പക്ഷെ വാട്ട് ടു ഡു, ഷീ ഹാസ് ഗുഡ് എക്സാംസ്. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഇന്നലെ മുഴുവനും ഓരോ കടയായിട്ട് കയറി ഇറങ്ങി ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി അവൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? അങ്ങനെയല്ല മുതലി വേണ്ട, ഇങ്ങനെയാ. ചെയ്യി ചെന്നിട്ട് എല്ലാരും സാഷ്ടാംഗം നമസ്കരിക്കണം കേട്ടോ. പിന്നെ ആ ചട്ടക്കാരുടെ കയ്യിൽ എന്തോ സമ്മാനമുണ്ട്. ഹരി ബാറ്റും ബോളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ശ്യാമളയുടെ കയ്യിലും ഉണ്ട് എന്തോ ഒന്ന്. ഇതിലേതെങ്കിലും എന്റെ കയ്യിൽ തന്ന് എന്നെ കൊണ്ട് കുടിപ്പിക്കുമായിരിക്കും. ഇല്ലേ ഇല്ലേച്ചാ കുട്ടി വന്ന് നമസ്കരിച്ച എന്താ കൊടുക്കുക എന്റെ ഈശ്വര? ഞാൻ എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു വലിയ അപ്പൂ കേക്ക് ഉണ്ടാക്കി. അത് എടുത്തോണ്ട് വരുമ്പോൾ തുമ്പിക്ക ഇങ്ങനെ ഓടിഞ്ഞു. അല്ല, മുതിർന്നവരെ സാഷ്ടാംഗം നമസ്കരിക്കണമെന്നാ. ഓ, എന്നാ വിഴ് വിഴ് വിഴ്. ഗോഡ് ബ്ലെസ് യു. കം ഓൺ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറയണേ. താങ്ക് യു പറ. താങ്ക് യു താങ്ക് യു. പോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. Many happy returns of the day. Thank you, Daddy. Okay. വെറും ഉമ്മയോ? ഡാഡി വാട്ടും ബാളും വാങ്ങി തന്നു. മമ്മി കളർ പെൻസിൽ വാങ്ങി തന്നു. മരി ആന്റി സമ്മാനം തന്നു. എട്. You see, he is very brilliant. Very good. സമ്മാനം വാങ്ങിച്ചു തരാൻ മുത്തശ്ശന്റെ ഈ പൈസ ഇല്ല മക്കളെ. പൈസയൊക്കെ എവിടെ പോയി? മുത്തശ്ശന്റെ കയ്യില് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഡാഡിയും വലിയമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ വളർത്തി വലിയ ആൾക്കാരാക്കിയപ്പോ കൊറേ പൈസ പോയി. പിന്നെ
ഈ വീട് വെക്കാൻ മുത്തശ്ശൻ 1 ലക്ഷം രൂപ കൊടുത്തത് മോനും കണ്ടതല്ലേ? ആ അങ്ങനെ മോന്റെ ഡാഡിയും മമ്മിയും ചെറിയച്ഛനും വലിയമ്മയും ഒക്കെ കൂടി പിഴിഞ്ഞരിച്ചെടുത്തെടുത്ത് മുത്തച്ഛൻ ഇപ്പൊ ശുദ്ധ പാപ്പരായടാ കുട്ടാ. പാപ്പരെന്ന് പറഞ്ഞ അറിയോ ഉണ്ണിക്ക്? 10 പൈസ പോലും കയ്യിലില്ലാത്ത തെണ്ടി. എക്സ്ക്യൂസ് മീ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ ബൈ. അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? നാണക്കേട്. ഒരക്ഷരം മിണ്ടി പോകരുത്. പറഞ്ഞതല്ല പറയിച്ചത് എന്നെ കൊണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഒന്നും ചെയ്തില്ല. കുട്ടി വന്ന് നമസ്കരിച്ചപ്പോ നീ കൊടുത്തുല്ലോ സമ്മാനം. നിന്റെ പെണ്ണും പിള്ളയും കൊടുത്തു. എന്നാൽ അതിലേതേലും ഒന്ന് അച്ഛൻ്റെ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാൻ തോന്നിയോ നിനക്ക്? ഇല്ലാലോ. നിന്റെ കൈ 10 പൈസ ഇല്ലെന്ന് അറിയാലോ നിനക്ക്. കുട്ടിയെ നമസ്കരിക്കാൻ അയച്ചിട്ട് അയൽക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കണു. നീ എന്നെയാണോ ഞാൻ നിന്നെയാണോ പരിഹസിച്ചത്? പറടാ, പറ. മോനെ, മുത്തശ്ശൻ ഇങ്ങനെ വെള്ളം തന്ന് വായടപ്പിച്ച് തെണ്ടിയാക്കിയതിന് ഉത്തരവാദി ഒരാളുണ്ട്. കാണണോ മോനെ? മോനെ, മുത്തശ്ശൻ ഇപ്പൊ രാജാവല്ല, തെണ്ടിയാ. തെണ്ടിക്ക് എന്തിനാ ഈ തോൾമുണ്ട്? ഇതാണ് മുത്തശ്ശന് തരാനുള്ള പിറന്നാൾ സമ്മാനം കേട്ടോ. സൂക്ഷിച്ചു വെച്ചു. വലുതാവുമ്പോ മോനും മോന്റെ ഡാഡിക്ക് കൊടുക്കാം.